റോങ്ലി സ്പെൽറ്റ് വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റോങ്ലി സ്പെൽറ്റ് വേർഡ്. അപ്പൊ ഇവിടെ ആർ വെയിറ്റിംഗ് എന്തായാലും വരില്ല. വെയിറ്റഡ് ശരിയാവോ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മുടെ CSEB എക്സാമിന് ഇപ്പൊ കഴിഞ്ഞ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയം വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സൺഡേ, അതായത് 11-ാം തീയതി നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതുവഴി ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നമ്മൾ ഏതെല്ലാം ഭാഗങ്ങൾ ഉറപ്പിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ സ്റ്റാർട്ട് ചെയ്യല്ലേ? യെസ്. സോ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. ദേ ഡാഷ് ഫോർ ദി ബസ് വെൻ ഇറ്റ് സഡൻലി സ്റ്റാർട്ടഡ് റെയിനിങ്. അപ്പൊ ടെൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഈ ഒരു പാറ്റേൺ ചേഞ്ച് വന്നപ്പോൾ നമ്മൾ റിപ്പീറ്റേഷൻ ഒട്ടും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ച ഒരു ഭാഗമായിരുന്നു ഇത് അല്ലെ. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 ക്വസ്റ്റ്യൻ ഓഫ് സെയിം കൈൻഡ് ചോദിച്ച ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. ടെൻസിൽ നിന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദേ ഡാഷ് ഫോർ ദി ബസ് വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. വെൻ ഇറ്റ് സഡൻലി സ്റ്റാർട്ടഡ് റെയിനിങ്. അതായത് മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ എന്ത് ചെയ്യായിരുന്നു? ബസ് കാത്തു നിൽക്കുകയായിരുന്നു അല്ലെ. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ എന്ത് ചെയ്യായിരുന്നു? ബസ് കാത്ത് നിൽക്കുകയായിരുന്നു. സോ അതേതാണ്? കണ്ടിന്യൂസ് ആണ്. അപ്പൊ കണ്ടിന്യൂസ് ആണ്. ഇനി അതൊന്നും നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ക്ലാസ്സുകളിൽ ടെൻസിന് കീവേഡ്സ് നമുക്ക് വെച്ച് പറയാൻ പറ്റും. കീവേഡ്സിൽ വെന്നോ വൈലോ വന്നാൽ അവിടെ ഒരു ഭാഗം സിമ്പിൾ പാസ്റ്റ് ആണ് എങ്കിൽ, കണ്ടോ ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്, ആ പോയിന്റ് വന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ പറഞ്ഞതുപോലത്തെ ഒരു സെന്റൻസ് ആണോ? അതായത് വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്, മഴ പെയ്തപ്പോൾ അവരെന്ത് ചെയ്യായിരുന്നു? ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ വെൻ അല്ലെങ്കിൽ വൈൽ വന്നാൽ അല്ലെ, വെൻ അല്ലെങ്കിൽ വൈൽ വരികയും അതിലൊരു ഭാഗം സിമ്പിൾ പാസ്റ്റുമാണ് എങ്കിൽ അവിടെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ടെൻസിന്റെ പോസിബിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഉണ്ടായേ തീരൂന്നല്ല, ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇത്? കണ്ടിന്യൂസ് ആണ്. അപ്പോ വെയിറ്റഡ് ആണോ, വേർ വെയിറ്റിംഗ് ആണോ, ഹാഡ് വെയിറ്റഡ് ആണോ, ആർ വെയിറ്റിംഗ് ആണോ? ആർ എന്തായാലും വരില്ല, കാരണം ഇത് പാസ്റ്റ് ടെൻസിലാണ് കിടക്കുന്നത്. ഒരു ടെൻസിൽ അല്ലെങ്കിൽ ഒരു സെന്റൻസിൽ നമുക്ക് ഒരേ ടെൻസിൽ തന്നെ കാര്യങ്ങൾ പോണം. അപ്പൊ അതാണ് അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആർ വെയിറ്റിംഗ് എന്തായാലും വരില്ല. വെയിറ്റഡ് ശരിയാവോ? ഇല്ല. അപ്പൊ വേർ വെയിറ്റിംഗ് ആണോ, ഹാഡ് വെയിറ്റഡ് ആണോ? ഇത് ശരിക്കും കുട്ടികൾ തെറ്റിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഹാഡ് വെയിറ്റഡ് വന്നൂടെ എന്ന് ചോദിക്കാം. അല്ല, അവിടെ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ, അങ്ങനെയാണ് അവിടെ വരിക. കംപ്ലീറ്റ് ചെയ്തൊരു ആക്ഷൻ അല്ല ആ സമയത്ത്. ഈ ഒരു ഇവന്റ് പറയുമ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ഷൻ ആണെങ്കിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഹാഡ് വെയിറ്റഡ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ദ പേഷ്യന്റ് ഹാഡ് ഡൈഡ് ബിഫോർ ദ ഡോക്ടർ കെയിം. അതായത് ഡോക്ടർ വരുന്നതിന് മുൻപ് പേഷ്യന്റ് മരിച്ചു കഴിഞ്ഞു, അതുകൊണ്ടാണ് അവിടെ ഹാഡ് ഡൈഡ് ഉപയോഗിച്ചത്. പക്ഷെ ഇവിടെ കഴിഞ്ഞിട്ടില്ല. മഴ പെയ്തപ്പോ അവിടുത്തെ ഇവന്റ് ഡോക്ടർ വന്നു എന്നുള്ളതാണെങ്കിൽ ഇവിടുത്തെ ഇവന്റ് മഴ പെയ്തു തുടങ്ങിയപ്പോ എന്ത് ചെയ്യായിരുന്നു? നമ്മുടെ ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കഴിഞ്ഞില്ലായിരുന്നു. സോ ഹാഡ് വെയിറ്റഡും അവിടെ നടക്കില്ല. ആൻസർ ഇസ് ഓപ്ഷൻ ബി, വേർ വെയിറ്റിംഗ്. ദേ വേർ വെയിറ്റിംഗ് ഫോർ ദി ബസ് വെൻ ഇറ്റ് സഡൻലി സ്റ്റാർട്ടഡ് റെയിനിങ്. ക്ലിയർ ആണോ? ഓക്കെ, ഇതായിരുന്നു നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. When I walked in, they dash an important issue. അതാണ് ഞാൻ പറഞ്ഞത്, ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലെ, ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ 2 എണ്ണം ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമായിരുന്നു ടെൻസിൽ നിന്ന്. അപ്പൊ നമുക്കറിയാം 20 ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വരാറുണ്ട്. പക്ഷെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ വിചാരിച്ചു റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള റിപ്പീറ്റേഷൻ ഇല്ലാതിരിക്കും ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ പഠിക്കാത്ത ടോപ്പിക്കിൽ നിന്നാണ് വരുന്നതെങ്കിൽ നമുക്കത് വിടാമായിരുന്നു. പക്ഷെ ഇങ്ങനെയല്ല, അതായത് അവർ റിപ്പീറ്റേഷൻ കൊണ്ടുവരുന്നുണ്ട്. സോ ഒരു ടോപ്പിക്കും പഠിക്കാതെ വിടരുത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ. വെൻ ഐ വാക്ക്ഡ് ഇൻ ദേ ഡാഷ് ആൻ ഇമ്പോർട്ടന്റ് ഇഷ്യൂ. എന്തായിരിക്കും? യെസ്, ദേ വേർ ഡിസ്കസിങ് ആൻ ഇമ്പോർട്ടന്റ് ഇഷ്യൂ. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. നേരത്തെ ആ ക്വസ്റ്റ്യന്റെ അതേ പാറ്റേൺ, ഇത് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. ഈ 11-ാം തീയതി നടന്ന എക്സാമില് 2 ചോദ്യങ്ങൾ, അടുത്തടുത്തുള്ള ചോദ്യങ്ങൾ ഒരേ ടൈപ്പ് അല്ലെ. സോ വെൻ ഐ വാക്ക്ഡ് ഇൻ they were discussing an important issue. ഇവിടെ ഹാഡ് അവിടെ വെച്ചവർ ഇവിടെയും വെക്കും. അപ്പൊ ആ ഒരു തെറ്റിക്കുന്നവർ 2 ക്വസ്റ്റ്യൻ തെറ്റിക്കും. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. സോ ടോപ്പിക്സ് ഒന്നും തന്നെ വിട്ടു പോകരുത്. ടെൻസ് കീവേഡ്സ് വെച്ച് ഐഡന്റിഫൈ ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കുക. അതിന്റെ മലയാളം പാർട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. കംപ്ലീറ്റ് ചെയ്ത ആക്ഷൻ ആയിട്ടാണ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹാഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ഫോർബെയർ. ഫോർബെയർ എന്ന വാക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എന്താ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു വാക്കിന് 3 ഫോംസ് ഉണ്ടാവും. മനസ്സിലായോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈറ്റ് എന്ന് പറയുന്ന വാക്കെടുക്കാം. ഇതിന് V2 ഉണ്ട്, V3 ഉണ്ട്. ഇതാണ് V1 ഫോം. ബേസ് ഫോം ആണ് V1 ഫോം. V2 ഫോം എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ജസ്റ്റ് പാസ്റ്റ് ടെൻസ്. അപ്പം 8. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് V3 ഫോം. അത് ഈറ്റൺ ആണ്, ഈറ്റൺ. അതുപോലെ ഓരോ വാക്കിനും ഓരോ വേർബിനും, എല്ലാ വാക്കിനും അല്ല, ഓരോ വേർബിനുമാണ് 3 ഫോംസ് വരുന്നത്. മനസ്സിലായോ? ഇനി അതാണ് നമ്മുടെ V3 ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഫോർബെയർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥമാണ്, അതായത് നമ്മളെക്കാളും മുന്നേ ജനിച്ചവർ, അതാണ് മുന്നേ ജനിച്ചവർ എന്നാണ് ഫോർബെയർ എന്ന അർത്ഥം. ആൻസിസ്റ്റേഴ്സ് എന്ന് പറയാം അല്ലെ. അപ്പം അതിന്റെ V3 ഫോം എന്ന് പറയുന്നത് എന്താണ്? ഫോർ ബോൺ ആണ്. ഫോർ ബോൺ. ആൻസർ ഇസ് ഓപ്ഷൻ എ. കേട്ടോ? സോ V1, V2, V3 ഫോം അറിഞ്ഞിരിക്കണം. അവിടെ ഫോർബെയറിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ V3 ഫോം എന്ന് പറയുന്നത് ഫോർ ബോൺ, FORBORNE. ചിലടത്ത് ഇ ഉണ്ടാവില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന FORBORNE തന്നെയാണ് കേട്ടോ. അതാണ് V3 ഫോം. മുന്നേ ജനിച്ചവർ, നമുക്ക് മുന്നേ ജനിച്ചവർ, അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ. ഇനി ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് അബ്രിവേഷൻ ഫോർ ദി ഫോളോയിങ്. ഇത് പുതിയൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ കാണാത്ത ക്വസ്റ്റ്യൻ ആണ്, പൊതുവെ CSEBക്ക് ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കൺഫ്യൂസിങ് ആണ്. ഇതിൽ നമുക്ക് 2 ഓപ്ഷൻ ഉറപ്പായിട്ടും എലിമിനേറ്റ് ചെയ്യാം അല്ലെ. എന്തായാലും ABD എന്ന് പറയുമ്പോൾ B ഇവിടെ ഇല്ല, സോ ഇതല്ല അല്ലെ. ഇവിടെ D ഇല്ല, സോ ഇതുമല്ല. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാവുന്ന 2 ഭാഗം എന്ന് പറയുന്നത് അബ്രിഡ്ജ്ഡും അതുപോലെ അബ്ഡിഗേറ്റഡും ആണ്. ഇതില് അബ്ഡിഗേറ്റഡ് ആണ് നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ അബ്രിഡ്ജിന് ABR എന്നൊരു ഷോർട്ട് ഫോം പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇതിൽ 2ഉം എയും ഡിയും കറക്റ്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇത് കൂടുതൽ ശരി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ ABD അബ്ഡിഗേറ്റഡിലോട്ട് പോകണം. ഓപ്ഷൻ D ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ. സോ ഇതൊരു സെൻസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ നമുക്കത് വളരെ വിപുലമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനോ അല്ല. ബട്ട് സ്റ്റിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. ABD മീൻസ് തൽക്കാലം നമുക്ക് അബ്ഡിഗേറ്റഡ് ആയിട്ട് എടുക്കാം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഓപ്ഷനിൽ എന്തെങ്കിലും എലിമിനേറ്റ് ചെയ്യാനുണ്ടോ എന്ന് ചിന്തിക്കുക. അതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കം. ഓക്കെ. സോ ആൻസർ ഇസ് ഓപ്ഷൻ D, അബ്ഡിഗേറ്റഡ്. ഇനി നോക്കിക്കേ, ചൂസ് ദി കറക്റ്റ് മീനിങ് ഓഫ് ദി ഫ്രേസ് ഓഫ് ദി ഫോളോയിങ്. ഹിറ്റ് ദി സാക്ക്. ഹിറ്റ് ദി സാക്ക്. ഇഡിയംസ് ഷുവർ ഷോട്ട് ആണ്. പ്രത്യേകിച്ച് ഇപ്പൊ എല്ലാ എക്സാംസിനും ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇഡിയംസ് എന്ന് പറയുന്നത്. സോ ഹിറ്റ് ദി സാക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഹിറ്റ് ദി സാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് വളരെ ക്ഷീണിതരായിട്ട് നമ്മൾ പോയി കട്ടിലോട്ട് ഇങ്ങനെ വീഴും അല്ലെ, ഉറക്കം വന്ന് വീഴും, അതായത് ഗോ ടു ബെഡ്. അതാണ് ഹിറ്റ് ദി സാക്ക് എന്ന് പറയുന്നത്, ഗോ ടു ബെഡ്. അപ്പോൾ ഇതേ വാക്കിന് ഹിറ്റ് ദി സാക്ക് എന്ന് പറയുന്നത് ഗോ ടു ബെഡ് ആണ്. ഇനി ഇത് നോക്കിക്കേ, ഗോട്ട് ദി ആക്സ്. ഇതും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഇഡിയമാണ്, ഗോട്ട് ദി ആക്സ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഗോട്ട് ദി ആക്സ് എന്ന് പറയുന്നത്, ഗോട്ട് ദി ആക്സ് എപ്പോഴും ചോദിക്കുന്ന ഒരു വേർഡാണ്. ഒന്ന് ഗോട്ട് ദി ആക്സ് ചോദിക്കും, ഗോട്ട് ദി സാക്ക് ചോദിക്കും. എന്താണ് ഈ ഗോട്ട് ദി ആക്സ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, ഡിസ്മിസ് ചെയ്യുക, അതായത് നമ്മളുള്ള ജോലിയിൽ നിന്നും നമ്മളെ ഡിസ്മിസ് ചെയ്യുക. അതാണ് ഗോട്ട് ദി ആക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഗോട്ട് ദി ആക്സ് എന്ന് പറയുന്നത് അതേ അർത്ഥം തന്നെയാണ് ഗോട്ട് ദി സാക്ക് എന്ന് പറയുമ്പോഴും. ഓക്കെ, ഗോട്ട് ദി സാക്ക് അതേ അർത്ഥം തന്നെയാണ്. സോ ഇവിടെ ഗോട്ട് ദി ആക്സും ഗോട്ട് ദി സാക്കും ജോലിയിൽ നിന്ന് പോവുക. ഹിറ്റ് ദി സാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോ ടു ബെഡ്, ഉറക്കം വന്ന് നമ്മൾ വീഴില്ലേ, ഉറങ്ങിപ്പോവില്ലേ, അതാണ്. അല്ലെങ്കിൽ പോയി കിടന്ന് ഉറങ്ങുക, അതാണ് ഹിറ്റ് ദി സാക്ക് എന്ന് പറയുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഇനി പ്രപ്പോസിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ദ കാറ്റ് ജംപ്ഡ് ഡാഷ് ദി ടേബിൾ. ദ കാറ്റ് ജംപ്ഡ് ഡാഷ് ദി ടേബിൾ. ഓൺ ആണോ, അറ്റ് ആണോ, ഇൻ ടു ആണോ, ഓവർ ആണോ? നോക്കിക്കേ, ദ കാറ്റ് ജംപ്ഡ് ഓൺ ദി ടേബിൾ എന്ന് പറഞ്ഞാൽ ടേബിളിൽ നിന്ന് ചാടി, അങ്ങനെയല്ല, ടേബിളിന്റെ പുറത്തു കൂടി ചാടിയതാ വരിക അല്ലെ, ടേബിളിന്റെ പുറത്തു കൂടി ചാടി. അപ്പൊ എന്തായാലും അറ്റ് വരില്ല, ഓൺ വരില്ല. ഇൻ ടു എന്ന് പറഞ്ഞാൽ അകത്തോട്ട്. ഇപ്പം ദ സ്നേക്ക് ക്രൗൾഡ് ഇൻ ടു ദി ഹോൾ എന്ന് പറയാം. ആ ഹോളിലേക്ക് മൊത്തമായിട്ട് സ്നേക്ക് ക്രൗൾ ചെയ്ത് അകത്തോട്ട് പോയി, കേറിപ്പോയി, അത് ഇൻ ടു ആണ്. ഓക്കെ, അപ്പൊ അകത്തോട്ട്. പക്ഷെ ഇവിടെ എന്താണ്? ദ കാറ്റ് ജംപ്ഡ് ഓവർ ദി ടേബിൾ. ആ ടേബിളിന്റെ പുറത്തു കൂടി, അതിന്റെ മണ്ടേ കൂടെ ജംപ് ചെയ്തു. സോ ഓവർ ദി ടേബിൾ. ദ ബേർഡ് ഫ്ലൂ ഓവർ ദി ലേക്ക്. എബവ് യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. എന്താണ് എബവും ഓവറും തമ്മിലുള്ള വ്യത്യാസം? വേറെ ഒന്നുമല്ല. ഇപ്പൊ നിങ്ങൾ പറയാണ് ദ പ്ലെയിൻ ഫ്ലൈസ് എബവ് ദി ട്രീ. ശരിയാണ്. കാരണം എന്താ? ട്രീയും പ്ലെയിനും തമ്മിൽ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് അല്ലെ. നേരെ ട്രീയുടെ തൊട്ട് മുകളിൽ കൂടെ അല്ല പ്ലെയിൻ പറക്കുന്നത്. അതായത് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് കോൺടാക്ട് വളരെ 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 കൂടുതലാണ്.
അല്ലെ? അങ്ങനെയുള്ള കേസസിൽ, അതായത് രണ്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള പോയിന്റ് ഓഫ് കോൺടാക്ട് തമ്മിൽ വളരെയധികം വ്യത്യാസം ഉണ്ടെങ്കിൽ, കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എബവ് ഉപയോഗിക്കും. എബവ് ഇതിന്റെ ഓപ്പോസിറ്റ് ബിലോ ആണ്. ഇനി ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ പോയിന്റ് ഓഫ് കോൺടാക്ട് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ദ ബുക്ക് ഇസ് അണ്ടർ ദി പില്ലോ, തലയുടെ അടിയിലാണ് ബുക്ക്, ദ ബുക്ക് ഇസ് അണ്ടർ ദി പില്ലോ. സോ ആ ബുക്കും പില്ലോയും തമ്മിൽ വലിയ ഗ്യാപ്പ് ഇല്ല, അല്ലെ? അങ്ങനെയുള്ള കേസസിൽ ഓവറും അണ്ടറും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഭയങ്കര ഡിസ്റ്റൻസിന്റെ കേസിൽ നമ്മൾ എബവും ബിലോയും ആണ് യൂസ് ചെയ്യുന്നത്. സോ ദ ക്യാറ്റ് ജംപ്ഡ് ഓവർ ദി ടേബിൾ. ആൻസർ ഡി ആണ് കറക്റ്റ്. ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഷീ ബോട്ട് ഡാഷ് ആർ ഗ്ലാസ് ഫ്രം ദി ആന്റിക് സ്റ്റോർ. എന്താണ് ഈ ആർ ഗ്ലാസ് എന്ന് പറയുന്ന സാധനം? നമ്മൾ ഈ സാൻഡ് ക്ലോക്ക് ഒക്കെ കണ്ടിട്ടില്ലേ? അതായത് ഇങ്ങനെ മറിച്ച് വെച്ചാൽ സാൻഡ് മുഴുവൻ താഴെ വീഴുമ്പോൾ ഇത്ര മിനിറ്റ്, 5 മിനിറ്റിന്റെ സാൻഡ് ക്ലോക്ക് ആണെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ മുകളിൽ നിന്നുള്ള സാൻഡ് മുഴുവൻ താഴെ വീഴാൻ എടുക്കുന്ന സമയം 5 മിനിറ്റ്. വീണ്ടും നമ്മളത് മറിച്ച് വെക്കും. അങ്ങനത്തെ സാധനം, അതാണ് ഈ ആർ ഗ്ലാസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ ആർ ഗ്ലാസ് അവള് കടയിൽ നിന്ന് വാങ്ങി. അപ്പം എന്താണ് ഇവിടെ നമ്മുടെ ആർട്ടിക്കിൾ ആണ് നമുക്ക് വേണ്ടത്. സോ ഇവിടുത്തെ ആർട്ടിക്കിൾ എന്താണെന്നാ ചോദിക്കുന്നത്. നോക്കിക്കേ, ആർ ഗ്ലാസ് എന്ന് പറയുന്ന വാക്കിലെ എച്ച് എന്താണ്? നിങ്ങൾ ഹാർ ഗ്ലാസ് എന്നാണോ പറയുന്നത്? അല്ല, എച്ച് ഇസ് സൈലന്റ്, അല്ലെ? എച്ച് സൈലന്റും ആണ്. നമ്മുടെ ഫസ്റ്റ് ലെറ്റർ ഓഫ് പ്രൊനൗൺസിയേഷൻ എന്താണ്? ഓ ആണ്. മനസ്സിലായോ? ഫസ്റ്റ് ലെറ്റർ ഓഫ് പ്രൊനൗൺസിയേഷൻ എന്താണ്? ഓ ആണ്. സോ ആർ ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എന്താണ്? H is silent and your first letter of pronunciation is O. അങ്ങനെയുള്ള കേസസിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. സാധാരണഗതിയിൽ നമ്മൾ കൺസണൻസിന്റെ കൂടെ എന്തുപയോഗിക്കും? എ ഉപയോഗിക്കും. അതുപോലെ വവൽസിന്റെ കൂടെ ആൻ ഉപയോഗിക്കും, അല്ലെ? വവൽസ് ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു. എച്ച് എന്ന് പറയുന്നത് എന്താണ്? എച്ച് ഇസ് എ കൺസണന്റ്. അപ്പൊ ആ കൺസണന്റ് കൂടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഉപയോഗിക്കാൻ പോകേണ്ടത്? എ ആണ്. പക്ഷെ ഇവിടെ കൺസണന്റ് ആണെങ്കിലും എച്ച് സൈലന്റ് ആണ്. ആൻഡ് യുവർ ഫസ്റ്റ് ലെറ്റർ ഓഫ് പ്രൊനൗൺസിയേഷൻ ഇസ് ഓ, വവൽ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസസിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? ആൻ ആണ് ഉപയോഗിക്കുക. ഇതിനുള്ള മറ്റുള്ള എക്സാമ്പിൾസ് ആണ് ആർ, ഓണറബിൾ, പിന്നെന്താ ഓണസ്റ്റ്. കണ്ടോ? ഇങ്ങനെയുള്ള വാക്കുകളിലൊക്കെ എച്ച് സൈലന്റ് ആണ്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുക ആൻ ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു എക്സാം ആണ് CSEB എന്ന് പറയുന്നത്. എത്രയൊക്കെ എക്സാം പാറ്റേൺ മാറിയിട്ടും നമുക്ക് ആ ബേസിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട്. ബേസിക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഭാഗം തന്നെയാണ്. സോ നമുക്ക് അവിടെ ഏറ്റവും പ്രധാനമായിട്ടും ആ ബേസ് ഉറപ്പിച്ച് പഠിക്കുക എന്നുള്ളതാണ് വേണ്ട ഒരു സൊല്യൂഷൻ. ഇപ്പൊ CSEB സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം അവസരങ്ങളുടെ ഒരു ചാകരയായിരുന്നു. ഭയങ്കര അവസരങ്ങളായിരുന്നു. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, CSE സംബന്ധിച്ചിടത്തോളം നവംബറിൽ തന്നെ നമുക്ക് വന്നിരിക്കുന്ന 2 ഫസ്റ്റ് റാങ്ക് 2 സെക്കൻഡ് റാങ്കുമാണ്. ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. സോ ഈ അവസരങ്ങളെ കൃത്യമായിട്ട് യൂസ് ചെയ്യുക. ഈ ഡിസംബർ തുടങ്ങി ഫെബ്രുവരി വരെയുള്ള എല്ലാ സൺഡേയ്സും നമുക്ക് എക്സാംസ് ആണ്, അല്ലെ? അപ്പൊ അത്രയധികം എക്സാംസ് നടക്കുകയാണ്. വീണ്ടും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് വേറെയുണ്ട്. സോ എന്ത് ചെയ്യുക? മക്കളെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ BCom കഴിഞ്ഞവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല, കുറെ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ ഈ ഫീൽഡിൽ വരുന്നത്. അപ്പൊ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ജഷ്ലയുടെ കേസ് സ്റ്റഡി നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. വിവാഹം അതുപോലുള്ള കാര്യങ്ങൾ വെച്ച് പഠനം നിർത്തി വീണ്ടും +2 മുതൽ ഒന്നിന്ന് തുടങ്ങിയ ഒരു വ്യക്തിയാണ് ജഷ്ല. ജഷ്ലയുടെ ഇന്റർവ്യൂ നമ്മുടെ ചാനലിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ ജഷ്ലയുടെ വാക്കുകൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. സോ നിങ്ങൾ ഇതുവരെ പഠിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ഗ്യാപ്പ് വന്നു, ഇനി എന്ത് ചെയ്യും, ഇങ്ങനെയുള്ളവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് തിരിച്ചു വരൂ. നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. 2026 തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഗവൺമെന്റ് സർവീസിലേക്ക് കയറാനുള്ള അവസരം ഇപ്പോഴും ഉണ്ട്. എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. എത്ര ബേസ് അറിയാത്തവരായിക്കോട്ടെ, ഇതുപോലുള്ള ഓരോ ബേസുള്ള കാര്യങ്ങൾ പോലും കൃത്യമായിട്ട് പഠിപ്പിച്ച് തന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ CSEB ബിഗിനേഴ്സ് ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാം. ഞങ്ങളുടെ ബോർഡ് നമ്പറിൽ വിളിക്കുക. 8921440580 വിളിച്ചാൽ മതി. കൃത്യമായിട്ട് അവർ പറഞ്ഞുതരും എന്താണ് ബിഗിനേഴ്സ് ബാച്ച്, നിങ്ങൾക്ക് എത്രത്തോളം സമയം ഇൻവെസ്റ്റ് ചെയ്താൽ ഇതിനകത്ത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ദൂരീകരിക്കാം. മറക്കണ്ട, CSEB ബിഗിനേഴ്സ് ബാച്ച് റിസൾട്ട് ഓറിയന്റഡ് ബാച്ച് ആണ്. പഠിക്കൂ, റിസൾട്ട് ഉറപ്പാണ്. അത്രയധികം അവസരമാണ് 2026 നിങ്ങളെ കാത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കേ, ചൂസ് ദി കറക്റ്റ് ആന്റോണിം ഫോർ ദി ഫോളോയിങ്. റിജിഡ് എന്ന് പറയുന്നതിന്റെ ആന്റോണിം ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഇതൊന്ന് വരച്ചിടുന്നത് നല്ലതാണ്. കാരണം നമ്മൾ പലപ്പോഴും അത് തെറ്റിപ്പോവും, അല്ലെ? ആന്റോണിം ആണോ സിനോണിം ആണോ തെറ്റിപ്പോവും. സോ റിജിഡ് എന്ന വാക്കിന്റെ ആന്റോണിം എന്ന് പറയുന്നത് എന്തായിരിക്കും? റിജിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഫിക്സഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു അനങ്ങാത്ത, ഫ്ലെക്സിബിൾ അല്ലാത്ത. സോ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഫ്ലെക്സിബിൾ. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഫ്ലെക്സിബിൾ. റിജിഡിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഫ്ലെക്സിബിൾ. ഇനി നോക്കിക്കേ, മെറ്റിക്കുലസ് എന്ന വേർഡിന് സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ഇതൊക്കെ സ്ഥിരമായിട്ട്
നിങ്ങൾ കാണുന്ന വാക്കുകൾ അല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടിക്കാനായിട്ടുള്ള ഒരു വാക്കുകളും എവിടുന്നും എടുത്തിട്ടില്ല. മെറ്റിക്കുലസ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? വളരെ പ്രിസൈസ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ കറക്റ്റ് ആയിട്ട്, കെയർഫുൾ ആയിട്ട്, അല്ലെ? അതൊക്കെയാണ് മെറ്റിക്കുലസ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം. സോ നെഗ്ലിജന്റ് അല്ല, ഇനാക്യുറേറ്റ് അല്ല, സ്ലോപ്പി അല്ല. ആൻസർ ഇസ് ഓപ്ഷൻ ഡി, പ്രിസൈസ്. കാരണം ചോദിച്ചിരിക്കുന്നത് സിനണിം ആണ് കേട്ടോ. സോ മെറ്റിക്കുലസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രിസൈസ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി റോങ്ലി സ്പെൽഡ് വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റോങ്ലി സ്പെൽഡ് വേർഡ്, ഇങ്ങനെയുള്ള വാക്കുകൾ പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട അതിന്റെ അർത്ഥവും കൂടി പഠിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? സോ ഇവിടെ ബാഫിൾഡ് ഉണ്ട്, ഇൻകോൺഗ്രസ് ഉണ്ട്, നൊക്ടേണൽ ഉണ്ട്, ഫ്രൈറ്റൻഡ് ഉണ്ട്. ഇതിൽ നമുക്ക് അറിയാവുന്ന ഒരു വേർഡ് ഫ്രൈറ്റൻഡ് ആണ്. ഫ്രൈറ്റൻഡ് എന്ന് പറഞ്ഞാൽ പേടിച്ച, അല്ലെ? സോ അത് നമുക്കറിയാം. എന്താണ് നൊക്ടേണൽ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം? ഇത് ആരെ റെഫർ ചെയ്താ പറയുന്നേ? പൊതുവെ ബേർഡ്സ്, ആനിമൽസ്, രാത്രി ഉണർന്നിരിക്കുന്ന ബേർഡ്സ്, ആനിമൽസ് ഇല്ലേ, അതിനെയൊക്കെയാണ് നമ്മൾ നൊക്ടൂണൽ എന്ന് പറയുക. ഓക്കെ, കളിയാക്കി നമ്മൾ ആൾക്കാരെ വിളിക്കാറുണ്ട്. രാത്രി ഓർക്കില്ലാത്ത ആൾക്കാരെ നമ്മൾ കളിയാക്കി വിളിക്കാറുണ്ട്. സോ നൊക്ടൂണൽ എന്ന് പറഞ്ഞാൽ ദ റെഫർ ടു ബേർഡ്സ് ആൻഡ് ആനിമൽസ് ഹു ആർ awake in the night. ഓക്കെ, ഇനി ഇൻകോൺഗ്രസ് എന്ന് പറയുന്ന വാക്കിന്റെ അവിടെയാണ് നമ്മുടെ സ്പെല്ലിംഗിൽ മിസ്റ്റേക്ക് ഉള്ളത്, അല്ലെ? ഇൻകോൺഗ്രസ് അവിടെ ശരിക്കും പറഞ്ഞാൽ RUOUS ആണ്, UOUS. മനസ്സിലായോ? സോ അതാണ് ഇൻകോൺഗ്രസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. പിന്നെ ഉള്ളത് ബാഫിൾഡ് ആണ്. ബാഫിൾഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, കൺഫ്യൂസ്ഡ് ആവുക. അതാണ് ബാഫിൾഡ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം. സോ ഇവിടെ ആൻസർ ഇസ് ഓപ്ഷൻ സി, റോങ്ലി സ്പെൽഡ് വേർഡ് ഇൻകോൺഗ്രസ് ആണ്. അവിടെ UOUS, ഇത് ഒരുപാട് കേസിൽ UOUSന്റെ വാക്കുകൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരുമിച്ച് വെച്ച് പഠിച്ച് മുന്നോട്ട് പോകുക. കണ്ടിന്യൂസ് എന്ന് പറയുന്ന വേർഡ്, അവിടെയും UOUS വരും. മനസ്സിലായോ? സോ അങ്ങനെയുള്ള വാക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇവിടെ വാക്കുകളോടൊപ്പം തന്നെ അതിന്റെ സ്പെല്ലിങ്സ് പഠിക്കുക. ഭയങ്കര ബുദ്ധിമുട്ടുള്ള വാക്കുകളൊന്നും നിങ്ങൾക്ക് സിനോണിംസും ആനോണിംസും ആയിട്ട് ചോദിക്കുന്നില്ല. വളരെ ഈസി ആയിട്ടുള്ള വാക്കുകളെ ചോദിക്കുന്നുള്ളൂ. സോ കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും CSEയുടെ CSEB ബാച്ചസിനെ കുറിച്ച് പറയുന്നു. നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. കൃത്യമായിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ്, മെന്റർ സപ്പോർട്ട്, ലൈവ് ക്ലാസ്സസ്, മോക്ക് എക്സാംസ്, മോഡൽ എക്സാംസ്, നിങ്ങളെ കൺസിസ്റ്റന്റ് ആയിട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടുള്ള സെഷൻസ് ആയിരിക്കും. സോ ഒരു ടെൻഷനും വേണ്ട. ഇങ്ങ് പോകുന്നുള്ള റിസൾട്ട് അത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. ഓക്കെ, വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച്.